കോട്ര ജെറ്റ് എഞ്ചിൻ മാരുതി വാഹനങ്ങളും ടാറ്റയുടെ വാഹനങ്ങളും സുപരിചിതമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു എഞ്ചിനാണ് കോട്ര ജെറ്റ് എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾക്ക് കരുത്ത് പകർന്നുള്ള എഞ്ചിൻ തന്നെയാണ് കോട്ര ജെറ്റ് എഞ്ചിൻ. കോട്ര ജെറ്റ് എഞ്ചിൻ ആണെങ്കിൽ ആ ഒരു വാഹനം വാങ്ങാൻ നമുക്ക് യൂസർ മാർക്കറ്റിലേക്ക് ആവശ്യക്കാർ കൂടുതലാണ്. കാരണം വെച്ചാൽ മെയിൻ്റനൻസ് കുറവായിരിക്കും, നല്ല മൈലേജ് കിട്ടും, അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ ആ എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ എഞ്ചിൻ ഒത്തിരി ആരാധകരുള്ളത്. ടാറ്റ മാൻജ എന്ന വാഹനം അവതരിപ്പിച്ചതും കോട്ര ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാൻജക്ക് ഇന്നും ആവശ്യക്കാരുണ്ട്. മറിച്ച് ടാറ്റയുടെ പഴയ മോഡൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ആവശ്യക്കാർ കുറവായിരുന്നു. കാരണം വെച്ചാൽ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ വരുന്നതുകൊണ്ടായിരുന്നു ടാറ്റയുടെ സ്വന്തം എഞ്ചിൻ മാറ്റിയ ശേഷം കോട്ര ജെറ്റ് ഫിയറ്റിൻ്റെ കോട്ര ജെറ്റ് എഞ്ചിൻ പോലും മാൻജക്കകത്ത് ടാറ്റ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2012 മോഡൽ നിൽക്കുന്ന വെറും 81,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അടിപൊളി സെഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം, എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു കിഡിലൻ പീസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതും സാധാരണക്കാർക്ക് എല്ലാം സ്വന്തമാക്കാൻ പറ്റിയുള്ള ഡീസൽ എഞ്ചിൻ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയും. സാധാരണഗതിയിൽ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ചൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. കാരണം അത്യാവശ്യം മൈലേജും മെയിൻ്റനൻസും കുറഞ്ഞ ഡീസൽ എഞ്ചിൻ വാഹനം അന്വേഷിച്ചെടുക്കുന്നവർക്ക് ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സും ലഭിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 81,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ടാറ്റ അത് ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാഷ്ബോർഡിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഒരു കേവ് രൂപത്തിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്. ക്ലസ്റ്ററിന്റെയും അതേപോലെ ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസും തുടങ്ങിയിട്ടുള്ള അത്യാവശ്യത്തിലധികം എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ടാറ്റ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രൊഡക്റ്റ് വൈസ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഗിയർ ലിവറൊക്കെ വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്നു. അങ്ങനെ അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ടാറ്റ ഈ ഒരു വാഹനം നിരത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വെറും 1,48,000 രൂപയ്ക്ക് 2012 മോഡലിൽ നിൽക്കുന്ന മാൻജ വെറും 81,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ സൗകര്യം അവൈലബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് വർക്ക് മാത്രമേ ഈ ഒരു വാഹനത്തിനകത്ത് പെൻഡിംഗ് ഉള്ളൂ. വെറും 1,48,000 രൂപയ്ക്ക് ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന 12 മോഡലിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ഇനി ചെറിയ ബഡ്ജറ്റിലേക്ക് ഹ്യൂണ്ടൈൻ്റെ സാൻഡ്രോ എന്ന വാഹനം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. 2012 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം 78,000 കിലോമീറ്റർ ഓടിയുള്ള KL12 വയനാട് മലനിരകൾ ഇറങ്ങി വന്നിട്ടുള്ള വാഹനം. ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള വാഹനം തന്നെയാണ് ഹ്യൂണ്ടൈൻ്റെ സാൻഡ്രോ എന്ന വാഹനം. അത്യാവശ്യം മൈലേജും അത്യാവശ്യം മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, സെൻട്രൽ ലോക്കിംഗ്, സ്റ്റീരിയോ, കിടിൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാഹനം. ഒരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു യാത്രാ കംഫർട്ട് ലഭിക്കുന്ന അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനം തന്നെ ഹ്യൂണ്ടൈൻ്റെ സാൻഡ്രോ. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് ഏകദേശം ഒരു 12-14 വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന GLS എന്ന വേനിൽ നിൽക്കുന്ന വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 1,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ടാറ്റയുടെ മാൻജ എന്ന വാഹനം, ഹ്യൂണ്ടൈൻ്റെ ഒരു സാൻഡ്രോ എന്ന വാഹനം. ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് പറ്റിയുള്ള 2 വാഹനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്നത്. 2 വാഹന ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ ഞങ്ങൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.